ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 3 ഓഫ് ഡേ 1 2 3 4. നമ്മളപ്പോൾ ഇത് CSS ഡേ 3 ആണ് നോക്കാൻ പോകുന്നത്. 50 മിനിറ്റിന്റെ ആക്ഷൻ പ്ലാൻ നമ്മൾ 20 മിനിറ്റിൽ കവർ ചെയ്യാൻ പോവാണ്. സോ ഇത് ഞാൻ GPT കൊണ്ടുണ്ടാക്കിയ ആക്ഷൻ പ്ലാനാണ് ഫോർ ഡേ 3. അതിപ്പോൾ ലാഭമായി. സോ ഇപ്പോഴും നമ്മൾ ഡേ 1 ഫോൾഡറാണ് ലെറ്റ് ഇറ്റ് ബി. സോ നമുക്കിപ്പോൾ ഡേ 3 എന്ന് പറഞ്ഞൊരു HTML ഫയൽ ഉണ്ടാക്കാം. ലൈവ് സെർവർ സ്റ്റോപ്പ് ചെയ്യാം, റെക്കോർഡ് ഗോൺ ആണ്, ആൻഡ് വി സ്റ്റാർട്ട് അഗെയിൻ ദ ലൈവ് സെർവർ. യെസ്. സോ ആൻഡ് വി സ്റ്റാർട്ട് ദ ലൈവ് സെർവർ അഗെയിൻ. അപ്പോൾ ലൈവ് സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ടെക്സ്റ്റ് കുറച്ച് ബോയിലർ പ്ലേറ്റ് ഇടാം, എക്സ്ക്ലമേഷൻ ടൈപ്പ് ചെയ്തിട്ട്, ആൻഡ് വി സേ ക്ലാസ് അല്ല H1 ഡേ 3. ഇതിന് ഞാൻ ഇതിങ്ങനെ കിടക്കട്ടെ. ഇവിടെ പോവാണെങ്കിൽ നമുക്ക് കോഡപ്പം നോക്കാം. ആൻഡ് വി സേവ് ഇറ്റ് ഔട്ട്. എന്താണ് വരാത്തെ? വി റീലോഡ് ഇറ്റ് ആൻഡ് ഇപ്പോൾ ലൈവ് ആണ്. എവറിത്തിങ് ഈസ് വർക്കിംഗ്. സോ നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടൈപ്സ് എന്താണെന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഡേ 3 കവർ ചെയ്തതാണ്. ഡേ 3 അല്ല, ഡേ 2 നമ്മൾ ടൈപ്സ് എന്താന്ന് പറഞ്ഞു മുന്നത്തെ വീഡിയോയിൽ. പിന്നെ CSS ഇല്ലാതെ വെബ്സൈറ്റുകൾ ഭയങ്കര അലമ്പായിരിക്കും ഗൈസ്, അതൊരു ഫാക്റ്റ് ആണ്. നമ്മളപ്പോൾ പണ്ടത്തെ സൈറ്റുകൾ നോക്കി അറിയാം, വെരി CSS മിനിമൽ. ഇപ്പോഴത്തെയും ലൈക്ക് സൈറ്റ്സ് ഇപ്പോൾ CSS എന്ന് ഗൂഗിൾ ചെയ്താൽ വലിയ ഇമേജും കിട്ടുമോ നോക്കി നോക്കാം. ഇങ്ങനെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, കിട്ടാൻ എങ്ങനെ കിട്ടുമെന്ന്. യു ക്യാൻ ട്രൈ ടു സേ സംതിങ്. നോക്കട്ടെ അങ്ങനെ എന്തേലും വെബ്സൈറ്റ് വർക്ക് ആവും. വെബ്സൈറ്റ് ഡോസ് വർക്ക് ആവും. പ്ലെയിൻ അതാണ്ട ഇതൊരു വെബ്സൈറ്റ്. ഓക്കെ, ഇങ്ങനെയൊക്കെ സൈറ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ ദിസ് വെബ്സൈറ്റ്. ഡോണ്ട് ഇൻക്ലൂഡ് CSS. ജാവാസ്ക്രിപ്റ്റ് എടുത്തോട്ടെ. കണ്ടോ ഇതെന്ത്? ഐ മീൻ ലൈക്ക് ജാംബോന്റെ കാലത്തുള്ള വെബ്സൈറ്റ് പോലില്ലേ. ഇതൊരു 2020 വെബ്സൈറ്റ് പോലെ ഉണ്ട്. ഇവിടെ പടമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതാണ് CSS ഇല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ അവസ്ഥ. വളരെ മോശമാണ്. അപ്പോൾ അതാണ് CSSന്റെ നെസസിറ്റി എന്ന് പറയുന്നത്. സോ കമ്മിങ് ഓവർ, നമുക്കപ്പോൾ ഇന്ന് എന്ത് നോക്കാം? നമുക്കപ്പോൾ നമ്മൾ ഇന്ത്യൻ എന്താന്ന് കവർ ചെയ്തു. സോ കമ്മിങ് ഓവർ ലൈക്ക് ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്കപ്പോൾ ഇന്നത്തേന് വേണ്ടിയിട്ട് ഒരു സ്റ്റൈൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ അതിനും CSS.css തന്നെ പേര് കൊടുത്തത്. സോ ഇതാണ് നമ്മൾ നേരത്തെ സ്റ്റൈലിൽ കണ്ടില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റൈൽ ഫയൽ തന്നെ റീയൂസ് ചെയ്യാം. ഹൗ അബൌട്ട് ദാറ്റ്? സോ ഇതാണ് ഒരു സെലക്ടറിന്റെ അല്ലെങ്കിൽ ഒരു CSS സെലക്ടറിന്റെ ഒരു ഡിഫോൾട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ ഒരു ഡിഫോൾട്ട് സിൻടാക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ H1 ആണ് നമ്മുടെ സെലക്ടർ, ഈ കളർ ആണ് നമ്മുടെ പ്രോപ്പർട്ടി, ഈ റെഡ് ആണ് നമ്മുടെ വാല്യൂ. ഇതേപോലെ ഒന്ന് ഇതിനകത്ത് ഈ ഒരു കേർലി ബ്രാക്കറ്റിനകത്ത് കയറിയിട്ട് കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ അധികം പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. ഇതിലൊരു കൈയും കണക്കുമില്ല, എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി തന്നെ കുറെ HTML നമുക്ക് ഹൗ മെനി HTML ടാഗ്സ് ആർ ദെയർ എന്ന് ഗൂഗിൾ ചെയ്താൽ ഒരു കൗണ്ട് കിട്ടുമായിരിക്കും. ഹൺഡ്രഡ്സ് ഓഫ്. അവർക്ക് പറഞ്ഞുകൂടാ. there is no exact number. അപ്പൊ തന്നെ മനസ്സിലായി കാണത്തില്ലേ? എന്നാലും എനിക്ക് അതിനൊരു കൗണ്ട് വേണം. നമുക്ക് GPനോട് ചോദിച്ചു നോക്കാം ഗൈസ്. സോ അതിനൊരു കൗണ്ട് ഉണ്ടാവണമെന്നില്ല ചിലപ്പോ. ഹൺഡ്രഡ്സ്, നമ്മൾ 100 എന്തായാലും കവറേറ്റ് ഉണ്ടാകും. കൂടിപ്പോ ഒരു 10 പോയിട്ട് ഒരു 15 ടാഗോ അത്രേ കവറേറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ടാഗിന് കൗണ്ട് ഇല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലിന്റെ കൗണ്ട് പിന്നെ പറയണം. സോ അതിനും ഒരു ലിമിറ്റ് കാണത്തില്ല. സോ അൺലിമിറ്റഡ് ആണ്. നിങ്ങളുടെ യൂസ് കേസിനനുസരിച്ച് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, അതാണ് ഇതിനൊരു ഏക പ്രതിവിധി എന്നുള്ളത്. സോ നമ്മളപ്പോ തിരിച്ചു വരികയാണെങ്കിൽ നമ്മളപ്പോ ഡിഫോൾട്ട് സിൻടാക്സ് നോക്കി. ഇനിയിപ്പോ കോമൺ സെലക്ടേഴ്സ് ഓഫ് നമ്മൾ സെലക്ടേഴ്സിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് മൊത്തം CSSൽ 3 കൈൻഡ് ഓഫ് സെലക്ടർ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എലമെന്റ് സെലക്ടർ, അതാണ് നമ്മൾ ഇതുവരെയും യൂസ് ചെയ്തത്. രണ്ടാമത്തത് ID സെലക്ടർ, പിന്നെ മൂന്നാമത്തതാണ് ക്ലാസ് സെലക്ടർ. ഇങ്ങനെ 3 കൈൻഡ് ഓഫ് സെലക്ടേഴ്സ് ആണ് നമുക്ക് എവിടെ ഉള്ളത്? CSSൽ ഉള്ളത്. എലമെന്റ് സെലക്ടർ, ID സെലക്ടർ, ക്ലാസ് സെലക്ടർ. എലമെന്റിന്റെ പേര് ഡയറക്റ്റ് വിളിച്ച് അതിന് സ്റ്റൈൽ കൊടുക്കുന്നതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. എലമെന്റിന്റെ പേര് ഡയറക്റ്റ് വിളിച്ച് സ്റ്റൈൽ ചെയ്യുന്നതുകൊണ്ട് എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇവിടെ ഒരു P ടാഗ് കൊടുക്കാം. സോ അശ്വിൻ അശോക് എന്നൊരു P ടാഗ് കിട്ടും. ഇതിനകത്ത് നമുക്ക് ആനന്ദ് അശോക് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആർച്ച അശോക് ഉണ്ടാവും. ഓക്കെ, 3 P ടാഗ് ഉണ്ടെന്ന് കരുതിക്കോ. ഈ 3-നകത്തും 3 സാധനങ്ങളുള്ള എനിക്ക്. പക്ഷെ 3-നും 3 കളർ വേണമെങ്കിൽ ഞാനിപ്പോ എലമെന്റ് സെലക്ടർ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എലമെന്റ് P ടാഗ് ആണ്, അതിന്റെ കളർ ഷുഡ് ബി ഐസേ ബ്ലൂ. സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ല, കാരണം ലിങ്ക് ചെയ്തില്ല. സോ ഹെഡിനകത്ത് വരുന്നു, വി ഗീവ് ദ ലിങ്ക്. സോ ലിങ്ക് ആണെങ്കിലും 3-നും സെയിം കളറാണ് വന്നത്. 3-നും സെയിം കളറാണ് വന്നത്. മൈ യൂസ് കേസ് വാസ് ലൈക്ക് എനിക്ക് 3-നും 3 കളർ കൊടുക്കണം. ഓക്കെ,
സോ അത് എലമെന്റ് സെലക്ടർ വെച്ച് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ കുറച്ച് ഹൈ ലെവൽ സാധനം എഴുതിയാൽ പറ്റും. പക്ഷെ 1 2 3 nth ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിലോട്ട് നമ്മളിപ്പോ കയറുന്നില്ല. പക്ഷെ അത് ബൈ ഡിഫോൾട്ട് പോസിബിൾ അല്ല. സോ അതിന് പകരം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ID സെലക്ടറും ക്ലാസ് സെലക്ടറും യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഇതിന് ഐഡിക്കകത്ത് അശ്വിൻ എന്ന് കൊടുത്തെന്നിരിക്കോ. ഇതിന്റെ ID ആനന്ദ് എന്ന് ഇതിന്റെ ക്ലാസ് സെലക്ടർ ID സെലക്ടറിനകത്ത് ആനന്ദ് എന്ന് കൊടുത്തു. ഈ ID എന്ന് പറഞ്ഞ സെലക്ടർ എന്ന് റെഫർ ചെയ്യുന്നുണ്ടെങ്കിലും ടാഗിന് HTML ടാഗിന് അത് വെറും ഒരു ആട്രിബ്യൂട്ട് ആണ് ഗൈസ്. ഇതിന് ആർച്ചാന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മൂന്നിനും ഇപ്പൊ 3 യുണീക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, കീവേഡ്സ് കിട്ടിയിട്ടുണ്ട്. അശ്വിൻ, ആനന്ദ് ആൻഡ് ആർച്ച. നമുക്കപ്പോ ഇതിനെ ഇവിടെ വിളിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അശ്വിൻ എന്ന് വിളിച്ചു. കളർ അശ്വിൻ ഏത് വേണം, അക്വാ മതി. ആനന്ദിന് ഏത് വേണം, കളർ ബ്ലൂ വൈ. ആർച്ചക്ക് ഏത് വേണം, കളർ പിങ്ക്. ഓക്കെ. സോ ഇപ്പൊ മൂന്നിനും കളർ മാറിയില്ല. കാരണം സെലക്ടേഴ്സിനകത്ത് നമ്മൾ എലമെന്റ് സെലക്ടറിനെ വിളിക്കുന്ന പോലെ ഐഡിനെ ഡയറക്റ്റ് വിളിച്ചാൽ കളർ വരത്തില്ല. ID സെലക്ടർ ആണെങ്കിൽ അതിന് മുന്നേ ഇതൊരു ID സെലക്ടർ എന്നാണെന്ന് ID സെലക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് #, ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ കണ്ടോ, വർക്ക് ആയതുണ്ടോ? സോ അതാണ് ID സെലക്ടറിന്റെ ഗുണം. I mean it is how ID selector work. അപ്പൊ ID selector ആണെങ്കിൽ you have to include ആരെ, ഹാഷിനെ ഇൻക്ലൂഡ് ചെയ്യണം. ഹാഷ് is the identifier for CSS. Okay. So coming over like ഇതേപോലെ തന്നെയാണ് ആരുള്ളത്, ക്ലാസ്സും ഉള്ളത്. ക്ലാസ് നമുക്ക് C1 ക്ലാസ് ഇടാം. ഇത് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ഗൈസ്. ഓക്കെ. ഇപ്പൊ ഞാൻ 3 ക്ലാസ് കൊടുത്തു. സോ ഇതിനെ കമന്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എന്ത് കാണാൻ പറ്റും, ആ പി ടാഗിന്റെ സ്റ്റൈല് ബാക്ക് ടു ബ്ലൂ ആയി. കാരണം ഇത് കമന്റ് ചെയ്തുകൊണ്ട് ഡിഫോൾട്ട് റീസെറ്റ് ആയി. ഇനി നമുക്ക് ഡോട്ട് ഇതിന് തന്നെ വി കുഡ് റീയൂസ് ഇറ്റ്. സോ ക്ലാസ് സെലക്ടർ ആണെങ്കിൽ ID പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ്സിന് ഡോട്ട് ആണ് ഉപയോഗിക്കുന്നത്. സോ ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ഫൈനലി ക്ലാസ് 3. സോ കണ്ട. സോ ഐഡിക്ക് ഹാഷ്, ക്ലാസ്സിന് ഡോട്ട്. സോ അതാണ് CSS ഐഡന്റിഫയർ ഉള്ളത്. ഇവിടെ ക്ലാസ് തന്നെ ആയിരിക്കും ആ യൂണിക് നെയിം കൊടുക്കുക. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ID ആൻഡ് ക്ലാസ്. ഇത് രണ്ടിന്റെ യൂസ് കേസ് ഒന്നാണ്, അതിന്റെ എഫക്റ്റും ഒന്നാണ്, ഔട്ട്പുട്ടും ഒന്നാണ്. അപ്പൊ എന്തിനാ രണ്ട് സാധനം ഒന്ന് പോലെ? സോ ദ ആൻസർ ഫോർ ദാറ്റ് ഈസ് ലൈക്ക് നമുക്ക് ഇത് കുറച്ചുകൂടെ ജാവാസ്ക്രിപ്റ്റ് ഓറിയന്റഡ് ആണ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് നമുക്ക് ഗെറ്റ് എലമെന്റ് ബൈ ഐഡിയും ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. സോ ഗെറ്റ് എലമെന്റ് ബൈ ID കണ്ടോ. ഈ ഇങ്ങനെ രണ്ട് സാധനങ്ങളുണ്ട്. ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗെറ്റ് എലമെന്റ് ബൈ ഐഡിയും ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് നമുക്ക് 2 ആൾക്കാരുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ ഗെറ്റ് എലമെന്റ് ബൈ ഐഡിയും ഗെറ്റ് എലമെന്റ്സ് ബൈ ക്ലാസ് നെയിമാണ്. അതിൽ സ്ട്രെസ് ചെയ്യാൻ കാരണം ക്ലാസ് നെയിംസിന്റെ കേസിൽ അതൊരു അറേ ആണ് റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺസ് ആൻ അറേ ഓഫ് എലമെന്റ്. പക്ഷെ ഐഡിയുടെ കേസിൽ ഒരൊറ്റ സാധനമാണ് റിട്ടേൺ ചെയ്യുന്നത്. അത് ആദ്യത്തേതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് മൾട്ടിപ്പിൾ IDs വിത്ത് സെയിം നെയിംസ് ഉണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒന്നേ കിട്ടത്തുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലാക്കുക, അത് വെച്ചിട്ട് ID ഷുഡ് ബി യുണീക്ക്. ID ഷുഡ് ബി യുണീക്ക് ആൻഡ് ക്ലാസ് നെയിം ക്യാൻ നോട്ട് യുണീക്ക് ആവാതിരിക്കുക. അതിന്റെ കേസ് എന്താന്ന് വെച്ചാൽ ഇറ്റ് റിട്ടേൺസ് ആണ് ജാവാസ്ക്രിപ്റ്റിന്റെ യൂസ് കേസിൽ. അത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അപ്പൊ പണി കിട്ടും. സോ അതാണ് ഗെറ്റ് എലമെന്റ് ബൈ ID, ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം ആൻഡ് 3 ടൈപ്സ് ഓഫ് എന്താ പറയുന്നത് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് CSS ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത് കമന്റ് ചെയ്യാണ്. ഇപ്പോ എനിക്ക് H1നും P ടാഗിനും ഒരേ സ്റ്റൈല് വേണമെങ്കിൽ ഇതിങ്ങനെ 2 തവണ എഴുതുന്നത് യു കുഡ് സിംപ്ലി ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഗ്രൂപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനും പറ്റും. അത് കൂടാതെ തന്നെ ഇപ്പോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിവ് ഉണ്ട്. ആ ഡിവിനകത്ത് ഒരു P ടാഗ് ഉണ്ട്. P ടാഗിനകത്ത് മേക്ക് മൈ വെബ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ ബൈ ഡിഫോൾട്ട് ഈ സാധനമാണ് ആക്ടിവേറ്റ് ആയത്. ഇത് ഞാൻ കളയുന്നു. ആൻഡ് ഇപ്പൊ എനിക്ക് ഈ ഡിവിനകത്തുള്ള P ടാഗിന്റെ സ്റ്റൈല് ഒന്ന് എലമെന്റ് ഏതെങ്കിലും നമ്മൾ ഇതുവരെ പഠിച്ച ഏത് സെലക്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ യു കുഡ് വേറൊരു ക്ലാസ്സിനെ റെഫറൻസ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. സോ ഇവിടെ ഞാനിപ്പോ കളർ നമുക്ക് വെറൈറ്റിക്ക് ഒരു എല്ലോ കൊടുത്ത് നോക്കാം. ഓഹോ
പർപ്പിൾ. ഓക്കെ. ഇപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഡിവിനകത്തുള്ള പി ടാഗ് ഏത് ഡിവ് ആയിക്കോട്ടെ, ഡിവ് എവിടെ ഉണ്ടോ അതിനകത്ത് പി ടാഗ് ഉണ്ടെങ്കിൽ പർപ്പിൾ കളർ ആയിരിക്കണം. സോ അത് ഒന്ന് തന്നെ ആവണമെന്നില്ല. ആ ഡിവിനകത്ത് എത്ര പി ടാഗ് ഉണ്ടോ അത് പർപ്പിൾ കളർ ആയിരിക്കണം. ഇനി ഡിവിനകത്ത് വീണ്ടും പി ടാഗ് ഉണ്ടെങ്കിൽ ഡിവ് ആണ്, അതിനകത്ത് പി ടാഗ് ഉണ്ടെങ്കിൽ അതിന്റെ കളർ പർപ്പിൾ ആയിരിക്കണം. അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനെ ബേസിക്കലി നമ്മൾ നെസ്റ്റിംഗ് എന്നാണ് ടെക്നിക്കലി പറയപ്പെടുന്നത്. സോ അത് കൂടാതെ കുറച്ച് നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കി. ഇനി ഇത് കൂടാതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞൊരു CSS പ്രോപ്പർട്ടി ഉണ്ട്. നമുക്കിപ്പോ ഇതൊന്ന് കമന്റ് ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, ഞാനൊരു ഡിവ് ഉണ്ടാക്കി. ഓക്കെ, ഡിവിനകത്ത് ബോക്സ് 1 എന്നിട്ടുണ്ടായിരിക്കും. ഡൈസ് ചെയ്തു ബോക്സ് 1 വന്നു. പക്ഷെ ഈ ബോക്സ് 1 ഇത് ബോക്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? ടെക്സ്റ്റ് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അതൊരു പെട്ടിയാണെന്ന് തോന്നുന്നില്ലല്ലോ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഡിവിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു നോക്കാം. ഇപ്പൊ അതൊരു ബോക്സ് ആയിട്ട് തോന്നില്ല, ഒരു റെക്ടാങ്കുലർ ബോക്സ്. അതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. ലൈക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഒക്യുപ്പൈ ചെയ്യുന്ന വിത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. അതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. പിന്നെ ആ ഡിവിന് തന്നെ നമുക്ക് വേണമെങ്കിൽ കളർ വൈറ്റ് കൊടുത്താൽ അതിനകത്തുള്ള ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് ആവും. സോ ദാറ്റ് ഈസ് ദാറ്റ്. പിന്നെ നമുക്ക് ഫോണ്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റൈലുകളുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോ നമുക്കിപ്പോ ഒരു പി ടാഗ് ഉണ്ടെന്ന് കരുതിക്കോ. പി ടാഗ് ഇവിടെ ഉണ്ടോ ഗൈസ്? ഞാൻ ഇവിടെ ഒരു പി ടാഗ് ഇടാം. ഓക്കെ, ഫോണ്ട് ടെസ്റ്റിംഗ്. ഓക്കെ, ഒരു പി ടാഗ് ഇട്ടു, ഫോണ്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ പി ടാഗിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോണ്ട് സൈസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോണ്ട് കുഡ് ബി 10 പിക്സൽ. ഓക്കെ, ബൈ ഡിഫോൾട്ട് 16 ആണ്. 10 പിക്സൽ ആക്കി. ഇതിന്റെ കൂടെ നമുക്ക് ഫോണ്ട് ഫാമിലി ഉണ്ട്. ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫോണ്ടിന്റെ ഫോണ്ട് നെയിം എന്താണ്? ടൈംസ് ന്യൂ റോമൻ ആവാം, ഇറ്റ് കുഡ് ബി എനിത്തിങ്. കുറച്ചധികം ഡിഫോൾട്ട്സ് ഫോണ്ട് ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ കുറച്ചധികം ഡിഫോൾട്ട് ഫോണ്ടുകളുണ്ട്. യു കുഡ് പ്ലേ അറൗണ്ട് വിത്ത് ദാറ്റ്. അത് കൂടാതെ പുറത്തുനിന്നും ഗൂഗിൾ ഫോൺസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്. പിന്നെ നമുക്ക് ലൈൻ ഹൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് സ്റ്റൈൽ എന്താന്ന് പറയാം. സോ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ് വേറൊരു സാധനമുണ്ട്. അത് ഇറ്റാലിക് ആണോ ബോൾഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണ്ട് സ്റ്റൈൽ ഉപയോഗിക്കും. പിന്നെ ഫോണ്ട് വെയിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് ഈ ടെക്സ്റ്റിന്റെ ഓരോ ലെറ്ററിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു കട്ടി. സോ ഇവിടെ ഇപ്പോൾ ബോൾഡർ ഉണ്ട്. 800 കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ തിക്ക് ആയിരിക്കും. ദാറ്റ് ഈസ് കുറച്ചുകൂടെ ബ്ലാക്ക് ആയിരിക്കും. ആൻഡ് ഇപ്പൊ അതൊരു 300 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ലൈക്ക് തിൻ. സോ അതാണ് അതിന്റെ ഒരു കേസ്. ഐ ഹോപ്പ് ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ, സോ അതാണ് ഫോണ്ടിന്റെ കുറച്ച് ഡിഫോൾട്ട് സ്റ്റൈലിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം? നമുക്ക് ഇനിയിപ്പോ ഇവിടെ ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിയിലെ ഡിഫിന്റെ ബോർഡർ നിങ്ങൾക്ക് റേഡിയസ് കർവ് ചെയ്യണമെങ്കിൽ ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞൊരു സാധനം, അതിന് പിക്സലിലാണ് വാല്യൂ കൊടുക്കുന്നത്. സോ ബോർഡർ റേഡിയസ് 10 ആയി. പാഡിങ്ങിലോട്ട് ഇപ്പൊ നമ്മൾ കയറുന്നില്ല. വി വിൽ കം ഓൺ ടു ദാറ്റ് നൗ. സോ ബോർഡർ റേഡിയസ് ഉണ്ട്. സോ അത് കൂടാതെ നമുക്ക് ഇനിയിപ്പോ ബോർഡർ ഡിഫൈൻ ചെയ്യണമെന്നിരിക്കും. ആ ഒരു ഡിവിന് തന്നെ ബോർഡർ ഇടുന്നതിൽ ബോർഡർ 1 പിക്സൽ സോളിഡ് ബ്ലാക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ബോർഡർ ഉണ്ടാവും. ആ ഒരു ഡിവിന് അല്ലെങ്കിൽ ആ ഒരു ഡിവിഷന് ഒരു ബോർഡർ ഉണ്ടാവും. 1 പിക്സൽ ആയിരിക്കും അതിന്റെ വിഡ്ത്ത്. സോളിഡ് ആയിരിക്കും. സോളിഡ് എന്ന് പറയുന്നത് അതിന്റെ ടൈപ്പ് ആണ്. സോ നമുക്കിവിടെ സോളിഡ് അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ? സ്ട്രൈപ്ഡ് അല്ലല്ലോ. ഒരു മിനിറ്റ് ഗൈസ്, ഇതിന് ടൈപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. സോ സോൾഡ് അല്ലാതെ ഡോട്ടഡ്. ഡോട്ടഡ് പോലെ നമുക്ക് ഡിഫോൾട്ട് ടൈപ്സ് ഉണ്ട്. ഐ മീൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കളർ എന്ന് പറയുന്നത് ബോർഡറിന്റെ കളർ, ഇറ്റ് കുഡ് ബി എനിത്തിങ്. സോ ഇപ്പൊ ബ്ലൂ കളറാണ്. ഞാനിപ്പോ 10 ആക്കാണ് കുറച്ചുകൂടെ വിസിബിൾ ആവും. കണ്ടോ, ഇത് ബോർഡർ ആണ്, കണ്ടാ പറയുന്നതേ ഉള്ളൂ. ഒക്കെ സോൾഡ്. സോളിഡ് ബോർഡർ ആണ്. പിന്നെ ഐ ഹോപ്പ് ഇത്രയും. ഇത് കുറച്ചധികം എന്താ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടാഗുകളാണ്. സോ 1 മിനിറ്റ് ഗൈസ്, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. സോ കമ്മിങ് ബാക്ക്. സോ നമ്മളിപ്പോൾ കവർ ചെയ്തത് കുറച്ചധികം ബേസിക് ടാഗുകളാണ്. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. സോ അടുത്തതെന്ന് പറയുന്നത് ബോക്സ് മോഡലാണ്. ബോക്സ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ HTML CSS എല്ലാം ഓരോ പെട്ടികളാണ്. ഐ മീൻ നേരത്തെ പറഞ്ഞ പോലെ ബൈ ഡിഫോൾട്ട് എല്ലാം ഓരോ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പെട്ടികളായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ഡിവിന് അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു ഡിവ് ഉണ്ട്. ആ ഡിവിന് ബോക്സ് വേണമെന്നുണ്ട്. സോ ആ ഡിവിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ ഡിവിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. സോ ഗീവ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആണെങ്കിൽ ഇതൊരു പെട്ടി പോലെ തോന്നും. ഇതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ ഒരു പെട്ടി കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മുടെ പെട്ടിക്കകത്തുള്ള ബോക്സ് ആണ് നമ്മുടെ കണ്ടന്റ്. പിന്നെ ഇവിടെ പാഡിങ്, ബോർഡർ, മാർജിൻ എന്ന് പറഞ്ഞ് 3 സാധനങ്ങൾ കാണുന്നില്ലേ? പാഡിങ്, ബോർഡർ, മാർജിൻ. ഈ 3 ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ബോക്സ് മോഡലിന്റെ സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ഏതൊരു ബോക്സിന്റെയും കുറച്ചധികം ഡിഫോൾട്ട് പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാഡിങ്, ബോർഡർ, മാർജിൻ ആ 3 ആൾക്കാർ എന്താണ് ചെയ്യുന്നത് നോക്കാം. സോ ഇത് കണ്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ബോക്സ് 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കണ്ടന്റ്. ഓക്കെ, ഈ ബോക്സ് 1 71 വിഡ്ത്തും 18 പിക്സൽ ഹൈറ്റും ഉള്ള ഈ ഒരു കണ്ടന്റ്. സോ ഇതിന്റെ വീതി കൂട്ടുകയാണെങ്കിൽ അവിടെയും കൂടുന്ന കാണാം. ഇപ്പോൾ 135 ആണ് ഇതിന്റെ വിഡ്ത്ത്, 18 ആണ് ഇതിന്റെ ഹൈറ്റ്. ഓക്കെ, സോ ഈ കണ്ടന്റിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ബോർഡർ കണ്ടതാണ്. അപ്പൊ നമുക്കൊരു ബോർഡർ ഇടാം. ഈ ഒരു ഡിവിന് ഒരു ബോർഡർ ഇടാം. 1 പിക്സൽ വിഡ്ത്തിൽ ഒരു ബോർഡർ, ഒരു സോളിഡ് ബോർഡർ, ഒരു ബ്ലാക്ക് കളർ ബോർഡർ. ഓക്കെ, അപ്പോൾ ഇപ്പൊ വിസിബിൾ ആണെന്ന് തോന്നുന്നല്ലോ. ഈ ബ്ലാക്ക് മതി നമുക്ക് യെല്ലോ ആക്കാം. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് മോർ കോൺട്രാസ്റ്റ്. ഓക്കെ, സോ ഈ ഒരു യെല്ലോ ബോർഡറിൽ നിന്നും ഈ കണ്ടന്റിനെ മാറ്റി നിർത്തുന്ന ഈ ഒരു ബോർഡറിൽ നിന്നും ഈ ഒരു കണ്ടന്റിന്റെ അടുത്തേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് പാഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ പാഡിങ് ബൈ ഡിഫോൾട്ട് എംപ്റ്റി ആണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഉള്ളത്. നമുക്കൊരു പാഡിങ് ഒരു 10 പിക്സൽ ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ കണ്ടോ? ആ ബോർഡറിൽ നിന്നും 10 പിക്സൽ മാറിയിട്ടാണ് ഇപ്പൊ ആരുള്ളത്? കണ്ടന്റ് ഉള്ളത്. ഇവിടെ ഇപ്പൊ 10 വന്നു. ഞാൻ ഈ പാഡിങ് ഹോവർ ചെയ്യണമെങ്കിൽ ആ 10 പിക്സൽ സെലക്ട് ആണ്. സോ അതാണ് നമ്മുടെ പാഡിങ് എന്ന് പറയുന്നത്. ബോർഡറിൽ നിന്നും കണ്ടന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. 4 സൈഡിലും ബോർഡറിൽ നിന്ന് കണ്ടന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. സോ കമ്മിങ് ഓവർ മാർജിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ ബോർഡറിൽ നിന്നുമാണെങ്കിൽ ഇത് ബോർഡറിലോട്ട് ഫ്രം ദ നിയറസ്റ്റ് എലമെന്റ്. ഇവിടെ അടുത്ത എലമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ക്രീനിൽ നിന്നും ബോർഡറിലോട്ട് എല്ലാ ഭാഗത്തു നിന്നും 10 പിക്സൽ വിടും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? സോ ഇതാണ് മാർജിനും പാഡിങ് എന്ന് പറയുന്നത്. ബോക്സ് മോഡലിനകത്ത് ഇത് വെച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ കണ്ടന്റ് നമ്മൾ കാണുന്നതാണ്. ബോർഡറിൽ നിന്നും കണ്ടന്റിലോട്ട് വരുന്നത് പാഡിങ്ങും, ബോർഡറിലോട്ട് തൊട്ടടുത്ത എലമെന്റിൽ നിന്ന് വരുന്നതുമാണ് മാർജിൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഡേ 3യിൽ കവർ ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് you guys have a clear idea. സ്പീഡ് കൂടുതലാണെങ്കിൽ ഡു റീവാച്ച് ദിസ്. കാരണം 60 മിനിറ്റ് സാധനമാണ് നമ്മൾ ചുരുക്കി 20 ആയിട്ടുള്ള 4 സെഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫോർ ഡേ 3 ഓഫ് ഡേ 1 2 3 4. ഇനി നമുക്ക് ഒരു ഡേയും കൂടെ കവർ ചെയ്യാനുണ്ട്. സോ ഓൺ ടു ദാറ്റ്.